ദൈവത്താൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. ഒരു കഴിവ് കിട്ടും. 1-ാം അധ്യായം നെഹെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ദൈവവചനം ഉണ്ടായിരിക്കട്ടെ. ജസ്റ്റ് അതിലൂടെ ഒന്ന് കടന്നു പോവുക. 2-ാം വാക്യം, എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്ന് പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. ഒരു കാര്യം, കുറച്ച് ആൾക്കാർ വന്നപ്പം ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? നമ്മളൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം, അവിടെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. അതാണ് വിഷയം. 2 വാക്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അവർ പറയുവാണ്, ഒരു ദേശത്തിലെ മുഴുവൻ ആളുകളും കഷ്ടത്തിലും അപമാനത്തിലുമാണ്. എൻ്റെ ചോദ്യം, നിങ്ങൾ കഷ്ടത്തിലാണോ? നിങ്ങൾ അപമാനത്തിലാണോ? ഇനി കേൾക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. അവർ പറഞ്ഞു, ആ ദേശത്തെ ജനങ്ങൾ കഷ്ടത്തിലും അപമാനത്തിലുമാണ്, കഷ്ടതയിലാണ്, വളരെ നാണക്കേടിലാണ്. അപ്പോൾ നെഹെമ്യാ എന്തു ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്ന വാക്യം. വായിച്ചു കേൾപ്പിക്കാം. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി അവിടെ കിടക്കുന്നുണ്ട്. അവരൊന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണ് എന്തൊക്കെയാണ് സംഭവം. കഷ്ടതയിലുമാണ്, അപമാനത്തിലുമാണ്. പിന്നെ പ്രത്യേകത, ജെറുസലേമിൻ്റെ മതിൽ തകർന്ന് കിടക്കുന്നു. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ജീവിതം തകർന്ന് കിടക്കുന്നവരാണ്. കുടുംബം തകർന്ന് കിടക്കുന്നു, ഭാവി തകർന്ന് കിടക്കുന്നു, സാമ്പത്തികം തകർന്ന് കിടക്കുന്നു, ആരോഗ്യം തകർന്ന് കിടക്കുന്നു. തകർന്ന് കിടക്കുന്ന ഒരാളാണോ? തകർന്നു പോയതിനെക്കുറിച്ചൊരു ദുഃഖമുണ്ടോ നിങ്ങളിൽ? ഈ വചനം ശ്രദ്ധിച്ചു കേൾക്കണം. അവർ പറഞ്ഞു, കഷ്ടത്തിലും അപമാനത്തിലുമാണ്. തീർന്നിട്ടില്ല. ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ കവാടം കത്തി നശിച്ചു, അഗ്നിക്കിരയായി. എന്നിട്ടോ അതെല്ലാം കരിഞ്ഞ് കരിക്കട്ട പോലെ കത്തിയും കത്താതെയും ഒക്കെ അവിടെ കിടക്കും, അതേപടി കിടക്കുന്നു. ഇപ്പോൾ കിടക്കുന്ന നിലവാരം എങ്ങനെയാണെന്നറിയാമോ? ഒന്നുമില്ലാതെ കത്തിക്കരിഞ്ഞ് മതിലുകൾ പൊളിഞ്ഞ് കഷ്ടത്തിലും അപമാനത്തിലും ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ നെഹെമ്യാ എന്നാ ചെയ്തേ? ഇതെല്ലാം കേട്ടപ്പോൾ നമ്മളെന്നാ പറയുന്നത്? നമ്മൾ പറയും, തലവര മോശമാണ്, നിന്റെ വിധി ഇങ്ങനെയാണ്, നീ തീർന്നു, നീ നശിച്ചു എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. നെഹെമ്യാ എന്നാ ചെയ്തതെന്ന് നെഹെമ്യായെ കണ്ടു തന്നെ പഠിക്കണം. നെഹെമ്യായെ കണ്ടു പഠിക്കാനുണ്ട്. അതാണ് അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ഇത് കേട്ട് എന്തൊക്കെ കത്തിക്കരിഞ്ഞു കിടക്കുന്നു, ആകെ തകർന്ന് തരിപ്പണമായി തവിടുപൊടിയായി കിടക്കുന്നു. അതുമാത്രമല്ല, കഷ്ടത്തിലും അപമാനത്തിലും കിടക്കുന്നു. ഇത് കേട്ട് കരഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുക, ദിവസങ്ങളോളം വിലപിക്കുകയും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും ചെയ്തു. അതായത് കഷ്ടത്തിലും അപമാനത്തിലും കത്തിക്കരിഞ്ഞ് ആകെ ചാരമായി മതിലുകൾ പൊളിഞ്ഞു കിടക്കുമ്പോൾ നെഹെമ്യാ ചെയ്തത് ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു, ദൈവസന്നിധിയിൽ ഉപവാസം എടുത്ത് ദൈവത്തോട്, അടുത്ത വാക്യം എഴുതിയിരിക്കുക, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സാഹചര്യം ഇങ്ങനെ കിടക്കുമ്പോൾ കരഞ്ഞു, ശപിച്ചു, തെറി പറഞ്ഞു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ശാപവാക്കുകൾ പറഞ്ഞു, എല്ലാവരോടും ദേഷ്യപ്പെട്ടു എന്നല്ല. നെഹെമ്യാ ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞു, ഒരു ഉപവാസം എടുത്തു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഇതാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. നമ്മളും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും, കത്തിക്കരിഞ്ഞു പോകും, ചിലപ്പം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴും, അങ്ങനെ കിടക്കും. വഴിയെ പോകുന്നവരൊക്കെ കളിയാക്കും, നിന്ദിക്കും, കഷ്ടത്തിലും അപമാനത്തിലും വരും. ഇതിൽ നിന്ന് എങ്ങനെയാണ്, ചാരത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് എഴുന്നേക്കാൻ പറ്റുക? ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റുക. ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, എന്നിട്ട് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. 5-ാം വാക്യം മുതൽ നെഹെമ്യാ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. പ്രാർത്ഥിച്ചു. നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുക. ഈ 33 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ അകത്തിരുന്നത് മതിയാക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് ജീവിതത്തിൽ എടുക്കുക. ദൈവസന്നിധിയിലിരുന്ന് ഒരു ഉപവാസം എടുക്കുക, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നിലവിളിക്ക്. കാര്യങ്ങൾ പരിഹരിക്കപ്പെടും, കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കും. അടുത്ത വാക്യം, ഇങ്ങനെയെല്ലാം കഴിഞ്ഞിരിക്കുമ്പം നെഹെമ്യാ
വളരെ ഇങ്ങനെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2-ാം അധ്യായം നെഹമിയ രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിന് ഗ്ലാസ്സിനകത്ത് വീഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ്. വീഞ്ഞിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം രാജാവ് ചോദിച്ചു, എന്തുവാണാവോ നിൻ്റെ മുഖം രോഗമുള്ളവനെ പോലെ വിഷാദിച്ചിരിക്കുന്നത്, നിൻ്റെ മുഖത്തെന്തോ ഒരു ദുഃഖമുണ്ട് എന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 2-ാം അധ്യായം. അർത്താക്സർക്സ് രാജാവിൻ്റെ 20-ാം ഭരണവർഷം നിസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തു. അപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്ന് വീഞ്ഞെടുത്ത് രാജാവിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതിനു മുമ്പ് മ്ലാനവതനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല, എന്തുവാ നിൻ്റെ മുഖത്ത് ഒരിക്കലും ഇല്ലാത്തൊരു ദുഃഖമുണ്ടല്ലോ എന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുഖത്തും എന്തോ ഒരു ദുഃഖം ഉണ്ടാകാം, എവിടെയോ ഒരു വിഷമം ഉണ്ടാകാം. ചിലർ ചോദിച്ചിട്ടുണ്ടാകാം, എന്താ നിൻ്റെ ഒരു മുഖത്തൊരു ദുഃഖമുണ്ടല്ലോ. നമ്മളെല്ലാവരോടും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ചോദിച്ചു, എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ, നിന്നെ ഇങ്ങനെ ദുഃഖിച്ച് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിൻ്റെ മുഖം ഇങ്ങനെ മ്ലാനമായിരിക്കുന്നു? ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നല്ല, രാജാവ് പറഞ്ഞു. നിൻ്റെ മനസ്സിൽ എന്തോ ദുഃഖമുണ്ട്. നമ്മളും ആൾക്കാരോട് പറയില്ല, നിൻ്റെ മനസ്സ് നീ ഒന്നുമില്ലെന്ന് പറയണ്ട, നിൻ്റെ മനസ്സിൽ എന്തോ ഒരു ദുഃഖമുണ്ട്. മനസ്സിൽ എന്തോ ഒരു ദുഃഖമുള്ളവർ എന്നെ കേൾക്കുന്ന 90% ആൾക്കാരും എന്തോ ഒരു ദുഃഖമുണ്ട്. നിങ്ങളോടാണ് ഈ വചനം സംസാരിക്കുന്നത്. എന്തോ ഒരു ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നെഹമിയ ഭയത്തോടെ പറഞ്ഞു, പേടിയോടെ പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ, നിനക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ. എന്നിട്ട് പറയുവാണ്, ഈ അവസ്ഥ രാജാവിനോട് പറയുവാണ്, എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ്, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്ന് ചോദിച്ചു. സത്യമാണ്, നമ്മളും പറയും, എൻ്റെ വീട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ ആയിരിക്കുമ്പോൾ, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ, എൻ്റെ സാമ്പത്തികം ഇങ്ങനെ കിടക്കുമ്പോൾ, എൻ്റെ ആരോഗ്യം ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, നിൻ്റെ ആവശ്യം എന്നാ? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അതാണ് 4-ാമത്തെ വാക്യം. രാജാവ് ചോദിച്ചു, എന്താണ് നിൻ്റെ അപേക്ഷ? അപ്പോൾ 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കണേ. ഇതെല്ലാം നടക്കുന്നത് ഭക്ഷണമേശയുടെ അടുത്ത് നിന്ന് സാധാരണ സംഭാഷണം, സൗഹൃദ സംഭാഷണം പോലെയാണ്. രാജാവ് ചോദിച്ചു, എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പം ഉടനെ ചാടിയല്ലേ മറുപടി പറയേണ്ടത്? നെഹമിയയുടെ പ്രത്യേകത കേട്ടോ. 5-ാമത്തെ വാക്യം, സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് മറുപടി പറഞ്ഞു. ആ വാക്യത്തിന് അവിടെ വന്നത്, സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് നെഹമിയ ഒരു മറുപടി പോലും പറഞ്ഞത്. മറുപടി ചോദിച്ച പാടെ ഇന്നതാ എൻ്റെ വിഷമം, ഇന്ന കാര്യം ചെയ്ത് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അതാണ് നെഹമിയ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത വിലയാണ്, ദൈവത്തിന് കൊടുത്ത ആ ദൈവത്തോടുള്ള ആത്മബന്ധമാണത് കാണിക്കുന്നത്. രാജാവ് ചോദിച്ചു, എന്താണ് നിൻ്റെ അപേക്ഷ? നീ പറഞ്ഞോ, അതിപ്പോൾ തന്നെ അങ്ങ് പാസ്സാക്കിയേക്കാം എന്ന് പറഞ്ഞപ്പം നെഹമിയ സ്വർഗസ്ഥനായ ദൈവത്തോട് ആ ഭക്ഷണമേശയുടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മറുപടി പറഞ്ഞു. നിസ്സാര കാര്യമല്ലേ ഒരു മറുപടി പറയുന്ന കാര്യം? അന്നേരം പോലും പ്രാർത്ഥിച്ചിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്. നെഹമിയായെ കണ്ടു പഠിക്കാനുണ്ട് ഒരുപാട്. നെഹമിയ എന്ന വ്യക്തിയെ നിങ്ങൾ പഠിക്കണം. ഞാൻ ഈ സമയക്കുറവിൻ്റെ ഈ കുഞ്ഞു സമയത്ത് വേഗത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകുന്നതെങ്കിലും നിങ്ങളും ഈ വാക്യം വചനങ്ങൾ വായിച്ച് ഈ മനുഷ്യനെ കണ്ടു പഠിക്കണം. നിങ്ങളുടെ മക്കളോടും പറയണം, എന്ത് കാര്യവും ഉടനടി തീരുമാനമെടുക്കരുത്, പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കുക. എന്നും പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരാണ് നമ്മൾ പലരും. അതിനൊക്കെ വലിയ കാര്യം, ഇതൊക്കെ ഒരു കാര്യം പറയുന്നതിന് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഒരാളോടൊരു മറുപടി പറയുന്നതിന് എന്തിനാണ്? എല്ലാ കാര്യവും പ്രാർത്ഥിച്ചിട്ട് വേണം ചെയ്യാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. 5-ാമത്തെ വാക്യം, സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ ആ ദേശത്തേക്ക് അയക്കണമേ എന്ന് പറഞ്ഞു. എന്തിനെന്നറിയോ? അവിടെ ഒരു വാക്കുണ്ട്, പുനരുദ്ധരിക്കുന്നതിന്. പ്രാർത്ഥിക്കുന്നവനാണ് പുനരുദ്ധരിക്കുന്നത്. പ്രാർത്ഥിക്കാത്തവൻ കുറ്റം പറഞ്ഞ് വിമർശിച്ചും കളിയാക്കിയും തലവരെ ആ വിധിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. പ്രാർത്ഥിക്കാത്തവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നവനോ അവൻ പുനരുദ്ധരിക്കും. ചാരത്തിൽ നിന്ന് അവൻ പുതുക്കിപ്പണിയും, പൊട്ടിപ്പൊളിഞ്ഞതിൽ നിന്ന് അവൻ പുനരുദ്ധരിക്കും.
നെഹമിയ ആരാണ്? നെഹമിയ 1-ാം അധ്യായത്തിൽ നെഹമിയ ആരാണ്? ദൈവസന്നിധിയിൽ കരഞ്ഞ് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചവൻ. രാജാവ് ചോദിച്ചു, എന്നാ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മറുപടി പറഞ്ഞ നെഹമിയായിലൂടെയാണ് ഇനിയൊരു പ്രവർത്തനം നടക്കുന്നത്. പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളെയും അധരങ്ങളെയും ദൈവം പ്രയോജനപ്പെടുത്തും. അവൻ്റെ കരങ്ങളിലൂടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ചിലതിനെ അത്ഭുതകരമായി പൊക്കിക്കൊണ്ടുവരും, പണിതുയർത്തും, പുനരുദ്ധരിക്കും. നിങ്ങളുടെ കുടുംബം തകർന്നു പോയതാണോ, ജീവിതം തകർന്നതാണോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ അത് പുനരുദ്ധരിക്കപ്പെടും. ദൈവം അതിനുള്ള കൃപയും ശക്തിയും ബലവും നിങ്ങൾക്ക് തരും. ഈ നെഹമിയ പറഞ്ഞു, എന്നെ ഒന്ന് പുനരുദ്ധരിക്കാൻ എനിക്കൊരു പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്ക് നീ പോണു? എത്ര ദിവസത്തേക്കാണ് വേണ്ടത്? എത്ര ദിവസം വേണമെന്ന് ചോദിച്ചു. എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്ന് മടങ്ങി വരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. നോക്കൂ, ഒരു സിനിമ നടക്കുന്നത് പോലെ തന്നെയാണ്. നമുക്കത് ഇങ്ങനെ പിക്ചറിൽ കാണാൻ പറ്റും. ഈ സംഭവം എല്ലാം നടക്കുന്നത് ഭക്ഷണമേശയുടെ സംഭവമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരി രാജ്ഞിയും അടുത്തുണ്ട്, രാജാവുണ്ട്. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്ക് നിനക്ക് അവധി വേണം? എപ്പോൾ തിരിച്ചു വരും എന്നെല്ലാം ചോദിച്ചു. 7-ാമത്തെ വാക്യം, ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കരയുള്ള പ്രദേശത്തൂടെ യൂദായിലെത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധികന്മാർക്ക് കൊടുക്കാൻ എനിക്കൊരു കുഞ്ഞ് കത്ത് തരണം എന്ന് പറഞ്ഞു. ദേവാലയത്തിൻ്റെ കോട്ടവാതിലുകൾക്കും ഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിൻ്റെ ധനകാര്യ വിചാരകനായ അസാഫിനുള്ള കത്ത് നൽകിയാലും കുറച്ച് തടിയൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. ഒരു വീടൊക്കെ പണിയണം, അവിടെ ചെന്നിട്ട് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു അനുവാദം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അനുവാദവും മേടിച്ച് നെഹമിയ ആ സ്ഥലത്തേക്ക് പോയി. 11-ാമത്തെ വാക്യം, അവർ ജെറുസലേമിൽ 3 ദിവസം അവിടെ താമസിച്ചു. ഇനി സംഭവമാണ് കേട്ടോ. ഇതെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ 1-ാമത്തെ അധ്യായം മറന്നു പോകരുത്. നഗരം കഷ്ടത്തിലും അപമാനത്തിലും കത്തിക്കരിഞ്ഞ് മതിൽ പൊളിഞ്ഞ് നിലത്ത് കിടക്കുകയാണ്. അതിനെ പുതുക്കിപ്പണിയാൻ നെഹമിയ എന്ന പ്രാർത്ഥിക്കുന്ന ഒരാൾ പോവുകയാണ്. ഇനി നെഹമിയായുടെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവം അതിനെ പുതുക്കി പണിതു. പ്രാർത്ഥിക്കുന്ന നീ എന്ന അപ്പനെക്കൊണ്ട്, നീ എന്ന അമ്മയെക്കൊണ്ട്, നീ എന്ന യുവാവിനെക്കൊണ്ട്, നീ എന്ന യുവതിയെക്കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ പുതുക്കി പണിയും. എല്ലാം തകർന്നതായിക്കൊള്ളട്ടെ, നിലത്ത് പടിഞ്ഞു പോയതാകട്ടെ, നമ്മൾ പറയില്ലേ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിലത്ത് നാമാവിശേഷമായി, അതേന്ന് ദൈവം ഉയർത്തിക്കൊണ്ടുവരും, അതേന്ന് ദൈവം വളർത്തിക്കൊണ്ടുവരും. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത്ഭുതകരമായി തോന്നാം. അടുത്ത വാക്യം, ജെറുസലേമിൽ നെഹമിയായും കൂട്ടരും പോയി. എല്ലാവരും അവിടെ ചെന്ന് കിടന്നുറങ്ങി. നെഹമിയ രാത്രിയിൽ എഴുന്നേറ്റിട്ട് ജെറുസലേമിന് വേണ്ടി ദൈവം, ആ വാക്യം ഞാൻ വായിക്കാം, 2-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു. ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെ അറിയിച്ചില്ല. അതായത് എല്ലാവരെയും അറിയിക്കരുത്. അതിൽ നിന്നൊരു പാഠമാണ്. നെഹമിയായുടെ മനസ്സിൽ ദൈവം ചില ദർശനങ്ങൾ കൊടുത്തു. നീ എങ്ങനെയാണ് പുതുക്കി പണിയേണ്ടത്, നീ എങ്ങനെയാണ് അതൊക്കെ. ദൈവം തരുന്ന ചില കാര്യങ്ങൾ എല്ലാം പറയരുത്. നെഹമിയ അത് ആരോടും പറഞ്ഞില്ല, ആരെ അറിയിച്ചില്ല. എന്നിട്ട് ഒരു ദിവസം സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. രാത്രി ഞാൻ താഴ്വരയിലൂടെ കുറുനരി ഉറവ കടന്ന് ആ വാതിലിലെത്തി. ജെറുസലേമിൻ്റെ തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും പരിശോധിച്ചു. അപ്പോൾ അവിടുത്തെ അവസ്ഥയാണ്, തകർന്ന മതിൽ, കത്തി നശിച്ച വാതിൽ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കത്തിക്കരിഞ്ഞ് കത്തിയതും കത്താത്തതുമായ എല്ലാം തകർന്നു തരിപ്പണമായി കിടക്കുന്നു. ആരും അറിയാതെ നെഹമിയ അതെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പം 15-ാമത്തെ വാക്യം, അതിനാൽ രാത്രി ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു, തിരിച്ച് താഴ്വരവാതിലൂടെ മടങ്ങിയും പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല, ആരെ അറിയിച്ചുമില്ല. അങ്ങനെ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ബൈബിൾ പരിശോധിക്കുക. 17-ാമത്തെ വാക്യം എടുത്തു നോക്കൂ. ഞാൻ അവരോട് പറഞ്ഞു, നെഹമിയ ആ കൂടെയുള്ളവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ സ്ഥിതി കണ്ടില്ലേ? പൊട്ടിപ്പൊളിഞ്ഞു, നാണത്തിലും അപമാനത്തിലുമാണ് കിടക്കുന്നത്. ആകെ ഡിസോർഡറാണ്, തകർന്നു കിടക്കുന്നു, കത്തി നശിച്ച് കിടക്കുന്നു, ആകെ ഒരു അവശിഷ്ടം പോലെയായി. നിങ്ങളത് കാണുന്നില്ലേ? വരുവിൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, വരുവിൻ, നമുക്ക് ജെറുസലേമിൻ്റെ മതിൽ പുതുക്കി പണിയാം. ഇതാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രത്യേകത. തിരിച്ചു വന്നിട്ട് നിരാശയുടെ വാക്കുകളല്ല പറഞ്ഞത്. ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ ഞാൻ വിചാരിച്ചേക്കാളും തകർന്നങ്ങ് പോയി കേട്ടോ, ഞാൻ അവിടുന്ന് പോന്നപ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതൊന്നുമല്ല പറഞ്ഞത്.
കണ്ടത് മുഴുവൻ കത്തിക്കരിഞ്ഞ് അവശിഷ്ടങ്ങളാണ് കണ്ടതെങ്കിലും പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിനെ ഒരിക്കലും നിരാശ കയറിയിട്ടില്ല. ആ മനുഷ്യൻ പറയാണ്, എല്ലാവരും വരുവിൻ, നമുക്ക് പുതുക്കി പണിയാം. നിങ്ങളും പരസ്പരം പറയേണ്ടത്, ഈ 33 ദിവസം പ്രാർത്ഥനയിൽ ഇരിക്കുവാണല്ലോ, നമ്മളും നിയോഗത്തിലിരിക്കുവാണല്ലോ, എല്ലാം നശിച്ചു, എല്ലാം പോയി, ഇതൊന്നും ഇനി ശരിയാവില്ല, ഇവൻ്റെ ഭാവിയെല്ലാം പോയി, ഇവൻ്റെ കുടുംബജീവിതം എവിടെ ശരിയാകുന്ന, ഇങ്ങനൊന്നും പറയരുത്. വരുവിൻ, നമുക്കൊരുമിച്ച് വരാം. വരുവിൻ, പരസ്പരം കൈ കോർക്കാം. വരുവിൻ, കുടുംബത്തിലെ അംഗങ്ങൾ വഴക്ക് കൂടി ബഹളം കൂടി തമ്മിത്തല്ലി ഇരിക്കാതെ നമുക്ക് ഒരുമിച്ച് ചേരാം. ആരെയും തോപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. വരുവിൻ, അടുത്തു വരുവിൻ, നമുക്കൊരുമിച്ച് പുതുക്കി പണിയാം. ഇതാണ് പ്രാർത്ഥിക്കുന്നവൻ വിഭാഗീയത ഉണ്ടാക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ അവിടെ പൊളിറ്റിക്സ് കളിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥനയിൽ എല്ലാവരും ചേർത്ത് നിർത്തി അവൻ പുതുക്കി പണിയുന്നവനായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത പ്രാർത്ഥിക്കുന്നവനെല്ലാം പ്രാർത്ഥന അഭിനയമായി കൊണ്ട് നടക്കുന്നവരാണ്. പ്രാർത്ഥന അഭിനയിക്കുന്ന ആളുകളുണ്ട്, പ്രാർത്ഥന ജീവിക്കുന്നവരുണ്ട്. ഇത് നെഹമ്യാ പ്രാർത്ഥന അഭിനയിക്കുന്ന ഒരാളല്ല, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പ്രാർത്ഥിക്കുന്നവൻ എല്ലാവരോടും പറയും, വരുവീൻ, അടുത്തു വരുവിൻ, നമുക്കൊരുമിച്ച് നിൽക്കാം, നമുക്കൊരുമിച്ച് പുതുക്കിപ്പണിയാം. ഈ ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സമുദായം ഇന്ന് ആഗ്രഹിക്കുന്നത്, വരുവിൻ, മാറി മാറി നിൽക്കാതെ വരുവിൻ, അടുത്തു വരുവിൻ, നമുക്ക് പുതുക്കിപ്പണിയാം.